ഒരു വെബ്സൈറ്റിൽ ഒരു ഐക്കണിൽ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലിങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള എല്ലാ ഓൺലൈൻ സോഴ്സുകളും ഏത് സൈറ്റിൽ നിന്നാണോ നമുക്ക് ബുക്സ് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടുള്ളത്, അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സൈറ്റുകളുടെ ലിസ്റ്റ് ഒരു പേജിൽ എനിക്കിവിടെ വിസിബിളായിട്ട് കിട്ടണമെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഇല്ലാത്തവർക്ക് ഞാനിവിടെ സേവ് ചെയ്തിരിക്കുന്ന ഒരു URL അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള എല്ലാ സൈറ്റുകളും, അത് ലൈബ്രറി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, ഏത് സൈറ്റുകളാണെങ്കിലും ഒരു പേജിൽ സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള URLകൾ ഒരുമിച്ച് ക്ലബ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോസിബിളായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അതിൻ്റെ പേരാണ് BridgeURL. പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പ്ലാറ്റ്ഫോമാണ് BridgeURL എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, ഓൺലൈൻ ലൈബ്രറി. അപ്പോൾ ഞാൻ കുറച്ച് ഓൺലൈൻ ബുക്സ് കിട്ടുന്ന കുറച്ച് ലിങ്കുകൾ ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ കോപ്പി ചെയ്യുകയാണ്, അതിൻ്റെ സൈറ്റുകളുടെ URL, ലിങ്ക്, അഡ്രസ്സ്. അപ്പോൾ ഞാൻ ലിസ്റ്റ് ഓഫ് URL ഇങ്ങനെ ഓരോ ലൈനിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഇനി എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, പക്ഷേ അത് പെയ്ഡ് വേർഷനിൽ മാത്രമേ ഉള്ളൂ ഡിസ്ക്രിപ്ഷൻ. അത് പെർ ഇയർ $50 ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്രീ വേർഷനിൽ കൊടുക്കാൻ സാധിക്കില്ല. അതിനുശേഷം നമ്മൾ വെരിഫിക്കേഷൻ ഉണ്ട്, ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു URL കിട്ടും, ഒരു കോമൺ ആയിട്ടുള്ള URL. അത് കോപ്പി ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് ഇല്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ അല്ലെങ്കിൽ ആ ഫീൽഡിലൊന്നും വർക്ക് ചെയ്യുന്നില്ലാത്ത ആളുകൾ പേഴ്സണൽ യൂസിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ URL നമുക്ക് പേസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ബുക്ക് മാർക്കായിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പിന്നീട് നമുക്ക് ബുക്ക് മാർക്ക് ഓപ്ഷൻ തുറന്ന് നോക്കുമ്പോൾ ഓൺലൈൻ ലൈബ്രറി എന്നുള്ള പേരിൽ അവിടെ ഉണ്ടാകും. ഇനി ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യത്തിനാണ് ഇത് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടു ഞാൻ ഈ വെബ്സൈറ്റ് ടെമ്പററി ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് ഞാനിവിടെ ഒരു ഇമേജ് ഇൻ്റർനെറ്റിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തതാണ്. വിക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. വിക്സിൽ മാത്രമല്ല ഏത് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡിസൈൻ ചെയ്താലും നമുക്ക് ഇങ്ങനെ ഐക്കൺ സെറ്റ് ചെയ്ത് അതിൽ ലിങ്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ URL നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത URL. അപ്പോൾ ഇത് ഞാൻ ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത ഒരു ഇമേജാണ്. അതിൽ ലിങ്ക് വെബ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് ഞാനിവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഡൺ. ഇനി ഇത് പബ്ലിഷ് ചെയ്താൽ ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ സെറ്റ് ചെയ്ത URL ഇവിടെ വരും. ഒരു ഓൺലൈൻ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഏത് വെബ്സൈറ്റുകളാണോ ആവശ്യം അതെല്ലാം ഒരു പേജിലേക്ക് നമുക്ക് ക്ലബ് ചെയ്ത് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ BridgeURL എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അത് പേഴ്സണൽ യൂസിനും അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ഒരു രീതിയാണ്. കുട്ടികൾക്കൊരു ഓൺലൈൻ സോഴ്സ് ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. അതെല്ലാം കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മളൊരു പേജിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ ഈസി ആയിട്ട് ബുക്സ് സെർച്ച് ചെയ്യാനും ആക്സസ് ചെയ്യാനും സാധിക്കും.